ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലരും വളരെ സാധാരണയായിട്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോൾ ഒരു അല്പം കൂടുതലാണ്, എനിക്ക് നിലക്കടല അഥവാ കപ്പലണ്ടി ദിവസവും കുറച്ച് കഴിക്കാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ കൊളസ്ട്രോൾ പേടിച്ചിട്ട് കഴിക്കണോ വേണ്ടയോ, വീട്ടുകാരെനിക്ക് തരുന്നില്ല. അതുകൊണ്ട് ഈ നിലക്കടല കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്നും കൊളസ്ട്രോൾ ഉള്ളവർക്ക് എന്താണ് ശരീരത്തിൽ മാറ്റം വരുന്നതെന്നും ഞാൻ വിശദീകരിക്കാം. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ കപ്പലണ്ടി അഥവാ ഗ്രൗണ്ട് നട്ട് ഒരു നട്ടല്ല. അതായത് നമ്മൾ സാധാരണ ബദാം അല്ലെങ്കിൽ വാൽനട്ട് അല്ലെങ്കിൽ കാഷ്യൂ നട്ട് എന്ന വിഭാഗത്തിൽ പെടുന്നതല്ല കപ്പലണ്ടി. അങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് ഒരു പയർവർഗ്ഗമാണ്. അതായത് സോയാബീൻ പോലെ, പയർ പോലെ, കടല പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പയർവർഗ്ഗത്തിൽ പെടുന്നതാണ് കപ്പലണ്ടി. ഭൂമിക്കടിയിലാണ് ഇത് വിളയുന്നത്. കപ്പലണ്ടിക്കകത്ത് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുണ്ട്. കൊഴുപ്പും പ്രോട്ടീനുമാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ അളവ് കപ്പലണ്ടിയിൽ താരതമ്യേന വളരെ കുറവാണെന്ന് പറയാൻ സാധിക്കും. കൊഴുപ്പ് 3 തരത്തിലാണ് ഇതിനകത്തുള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അതിലും കൂടുതലായിട്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒലിവ് ഓയിൽ, സഫോള ഓയിലെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണകരം എന്ന് പറയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പലണ്ടി എണ്ണയും ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന പാചക എണ്ണയായിട്ട് വരുന്നതും. കപ്പലണ്ടിക്കകത്തുള്ള ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അപകടകരമായിട്ടുള്ള കൊഴുപ്പിനെ അല്ല വർദ്ധിപ്പിക്കുന്നത്, പകരം നമ്മുടെ ശരീരത്തിലെ ഗുണകരമായിട്ടുള്ള കൊഴുപ്പിനെയാണ് വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. ഒരു 100 ഗ്രാം കപ്പലണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം 550 മുതൽ 560 വരെ ഈ ഊർജം അടങ്ങിയിട്ടുണ്ട്. ഈ ഊർജം നമ്മുടെ ശരീരത്തിന് നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഈ 100 ഗ്രാം കപ്പലണ്ടിക്കകത്ത് വെറും 16 ഗ്രാം മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. അതേസമയം പ്രോട്ടീൻ ആകട്ടെ ഏകദേശം 26 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 8 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ നട്ട്സ് വിഭാഗത്തിൽപ്പെടുന്ന ബദാം എന്നൊക്കെ പറയുന്നത് ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഉള്ള ഫുഡായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ കപ്പലണ്ടി ബദാമിനോളം തന്നെ, ബദാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത അളവിൽ തന്നെ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ കപ്പലണ്ടി, നിലക്കടല എന്ന് പറയുന്നത്. നിലക്കടല നമ്മൾ കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം, മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഊർജ്ജം കിട്ടണമെങ്കിൽ, പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിലോ ചിന്തിക്കണമെങ്കിലോ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യണമെങ്കിലോ വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരത്തിന് പൊട്ടാസ്യം ആവശ്യമാണ്. 100 ഗ്രാം കപ്പലണ്ടിക്കകത്ത് ഏകദേശം 700 മില്ലിഗ്രാമിന് അടുത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫോസ്ഫറസും മെഗ്നീഷ്യവും ഉയർന്ന അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കപ്പലണ്ടി അഥവാ നിലക്കടല ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് ഗുണകരമാണ്, അല്ലാതെ ദോഷകരമല്ല. നമുക്ക് അപകടകാരിയായ കൊളസ്ട്രോളിനെ അല്ല ഉയർത്തുന്നത്. നിങ്ങൾക്കറിയാം, കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോളായിട്ട് മാറി നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. എന്നാൽ കപ്പലണ്ടിക്കകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഫൈബറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, 100 ഗ്രാമിനകത്ത് ഏകദേശം 8 മുതൽ 9 ഗ്രാം വരെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ മിക്സ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ലോ ആണ്. അതായത് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിരുന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർത്താൻ കഴിവുള്ള ഫുഡുകളെയാണ് നമ്മൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയാഹാരവും ഇഡ്ഡലിയും ദോശയും ജ്യൂസസും എല്ലാം അപകടകാരിയാണെന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കപ്പലണ്ടിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. കൊച്ചുകുട്ടികൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഊർജ്ജം കിട്ടുന്ന ഫുഡാണ്. സാധാരണ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ പലപ്പോഴും നട്ട്സ് നല്ലതാണ്, ബദാമെല്ലാം കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് പാവപ്പെട്ടവർക്ക് പലപ്പോഴും ഈ നട്ട്സ് വാങ്ങി, ബദാമോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടോ വാൽനട്ടോ ഒന്നും വാങ്ങുക പോസിബിൾ അല്ല. വല്ലപ്പോഴും 1-2 കഴിക്കാവുന്നേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്ക് സേഫായിട്ട് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നതിന്, കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കാനായിട്ട് നോൺ വെജിനെ ആശ്രയിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്കും സേഫായിട്ട് കപ്പലണ്ടി അഥവാ നിലക്കടല ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ നാട്ടിൽ പലരും കപ്പലണ്ടി കഴിക്കുന്നത് എങ്ങനെയാണ്? തൊലി കളഞ്ഞ് നന്നായിട്ട് വറുത്ത് ഉപ്പിട്ട് വറുത്ത കപ്പലണ്ടിയാണ് പലരും കഴിക്കുന്നത്. ഇതിൻ്റെ അപകടം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ അപകടകാരിയായിട്ടുള്ള ഫാറ്റിൻ്റെ കണ്ടന്റ് വളരെ കുറവാണെങ്കിൽ പോലും ഇവ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. ഇവ കൂടുതൽ അലർജിക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഉപ്പിട്ട് വറുക്കുന്ന സമയത്ത് അനാവശ്യമായി ഒരുപാട് സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. പലപ്പോഴും ഈ നീര് വയ്ക്കുന്ന ടെൻഡൻസി ഉള്ളവർക്ക്, ഉയർന്ന രക്തസമ്മർദ്ദ ടെൻഡൻസി ഉള്ളവർക്ക് ഈ ഉപ്പിട്ട് ഉള്ള കപ്പലണ്ടി കഴിച്ചു
കഴിഞ്ഞാൽ അപകടകാരിയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും നല്ലത് റോ ആയിട്ടുള്ള, അതായത് റോസ്റ്റ് ചെയ്യാത്തപ്പെടാത്തുള്ള പച്ച കപ്പലണ്ടിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതും തൊലി കളയാതെ. കാരണം തൊലിക്കടിയിലാണ് ഈ കപ്പലണ്ടിക്കകത്ത്, നിലക്കടലയ്ക്കകത്തുള്ള ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും ബി കോംപ്ലക്സ് വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. തൊലി കളയരുത്. തൊലിയോടുകൂടി തന്നെ ഇവ നിങ്ങൾ പുഴുങ്ങിയിട്ട് കഴിക്കുക. നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ അരച്ചിട്ട്, പച്ച കപ്പലണ്ടി അരച്ച് നിങ്ങൾക്ക് കറികളിൽ ചേർക്കാം. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കപ്പലണ്ടിയുടെ പേസ്റ്റ് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവ ഉപയോഗിച്ചിട്ടുള്ള പലവിധ ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കപ്പലണ്ടി പുഴുങ്ങിയിട്ട് നിങ്ങൾ അതിനകത്ത് ഒരല്പം തേങ്ങ അരിഞ്ഞിട്ട് അതിൽ അല്പം സവാള കൂടെ അരിഞ്ഞിട്ട്, നമ്മൾ ഈ സാധാരണ നമ്മുടെ നാട്ടിലെ കടലയില്ലേ, കടല പുഴുങ്ങി നമ്മൾ കടപ്പുറത്തെല്ലാം പോകുമ്പോൾ, ബീച്ചിൽ പോകുമ്പോൾ കഴിക്കാറില്ലേ, അതേപോലെ കപ്പലണ്ടി പുഴുങ്ങിയിട്ട് സവാളയെല്ലാം അരിഞ്ഞിട്ട് കുറച്ച് മസാല ചേർത്ത് രുചിയോടുകൂടി നിങ്ങൾക്ക് കഴിക്കാം. ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം, അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം, ഈ ഒരു പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള കപ്പലണ്ടി പുഴുങ്ങിയത് ഉപയോഗിക്കാം. മറ്റ് കറികളിൽ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പുട്ടെല്ലാം പുഴുങ്ങുന്ന സമയത്ത് അതിനകത്ത് ഈ പച്ചക്കപ്പലണ്ടി ഇട്ട് പുഴുങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മിക്സ്, പ്രോട്ടീൻ്റെയും കാർബിൻ്റെയും ഒരു മിക്സായിട്ട്, ഫൈബറിൻ്റെയും കൂടെ മിക്സായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ പലതരത്തിൽ ആവിയിൽ വേവിച്ചിട്ടോ പേസ്റ്റ് രൂപത്തിലോ ഉപയോഗിക്കുന്നതാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ വളരെ വളരെ ശരീരത്തിന് ഉപകാരം. ഇനി കപ്പലണ്ടിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോൾ ആണ് വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ്, അതായത് നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന കേടുപാടുകളെ മാറ്റുന്നതിനും നമ്മുടെ രക്തക്കുഴലിനകത്ത് ഈ ഫാറ്റിന്റെ കണികൾ വന്ന് അടിഞ്ഞുകൂടുന്നതിനെ ചെറുക്കുന്നതിനും കപ്പലണ്ടിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ടിന് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഫാറ്റാണ് നമുക്ക് കപ്പലണ്ടിക്കകത്തുള്ളതെന്ന് പറയാം. അതുകൊണ്ട് അമിതവണ്ണമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ധൈര്യമായിട്ട് കപ്പലണ്ടി കഴിക്കാവുന്നതാണ്. മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ലെവൽ ലോ ആയതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കുകയും ചെയ്യാം. ഉയർന്ന അളവിൽ പ്രോട്ടീൻ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, നിലക്കടലയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ സ്ത്രീകളിലുണ്ടാകുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗത്തിനെ ഒരു വലിയ പരിധിവരെ ചെറുക്കുന്നതിന് നിലക്കടല പതിവായിട്ട് കഴിക്കുന്നതിന് കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചിലതരം ക്യാൻസറുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ആമാശയത്തിൽ വരുന്ന അഡിനോകാർസിനോമ ഓഫ് സ്റ്റൊമക് എന്ന് പറയുന്ന ഒരു ക്യാൻസർ, നമ്മുടെ വയറിനകത്ത് വരുന്ന ക്യാൻസറിനെ ചെറുക്കുന്നതിനും കപ്പലണ്ടിക്ക് കഴിവുണ്ട് എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതിനാൽ ആരോഗ്യമുള്ള ഒരാൾക്ക് സേഫായിട്ട് ഒരു ദിവസം 100 ഗ്രാം വരെ കപ്പലണ്ടി കഴിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡായിട്ട്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 11 മണിക്ക് വിശക്കുന്നു, നിങ്ങൾ ഓടിപ്പോയി കടയിൽ നിന്നും ഒരു വടയോ അല്ലെങ്കിൽ പപ്സോ കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി കഴിക്കാവുന്നതല്ലേ, സേഫായിട്ട് കഴിക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. രാത്രി ഒരു നേരത്തെ ഫുഡ്, നിങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് ഒരല്പം കപ്പലണ്ടി കഴിച്ചു നോക്കി നിങ്ങളുടെ വിശപ്പ് മാറുന്നതും കാണാം. ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചിലർക്ക് കപ്പലണ്ടിയിലെ പ്രോട്ടീൻ അലർജി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 3 തരത്തിലാണ് കപ്പലണ്ടിയുടെ അലർജി സാധാരണ ഇതിൽ കാണുന്നത്. ഒന്ന്, കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ അലർജി ആയിട്ടുള്ളവർക്ക് ശരീരത്തിൽ ചൊറിഞ്ഞ് തടിച്ച്, അതായത് പുഴു കടിക്കുന്നത് പോലെ ചൊറിഞ്ഞ് തടിച്ച് വരുന്ന അർട്ടിക്കേറിയ പോലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് അസഹ്യമായ ചൊറിച്ചിലോട് കൂടിയിട്ട് കപ്പലണ്ടിയുടെ അലർജി വരാം. രണ്ടാമത്തത്, ഈ ചിലർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ബോയിൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് പലപ്പോഴും അമിതമായിട്ട് മുഖക്കുരു ഉള്ള ആൾക്കാരോടോ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ കുരുക്കൾ വരുന്ന ആൾക്കാരോടോ നിങ്ങൾ കപ്പലണ്ടി അഥവാ നിലക്കടല ഒഴിവാക്കണമെന്ന് പറയാറില്ലേ. മറ്റു ചിലർക്ക് കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ മലാശയത്തിൻ്റെ അകത്ത് ചെറിയ ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ചിലർക്ക് പൈൽസ് പോലുള്ള പ്രോബ്ലംസോ ഫിഷറോ വർദ്ധിപ്പിക്കാനും കാരണമാകും. എന്നാൽ സാധാരണ ഇത്തരം അലർജിക് റിയാക്ഷൻസ് ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അല്പം കപ്പലണ്ടി കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. അത്തരം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെല്ലാം കപ്പലണ്ടി അഥവാ നിലക്കടല കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുട്ടികളുടെ മൂക്കിലോ വായയിലോ തൊണ്ടയിലോ കുരുങ്ങി ശ്വാസകോശത്തിലേക്ക് പോകാനോ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കപ്പലണ്ടി കഴിയുന്നത്ര നൽകുകയാണെങ്കിൽ പൊടിച്ചിട്ടോ അരച്ചിട്ടോ അവർക്ക് ഭക്ഷണത്തിൽ ചേർത്ത് നൽകുന്നതാണ് സേഫായിട്ട് ചവച്ച് കഴിക്കാനുള്ള ഒരു പ്രായമായതിനു ശേഷം അവർക്ക് നൽകി തുടങ്ങാം. അപ്പോൾ കപ്പലണ്ടി, നിലക്കടലയുടെ ഗുണങ്ങളും ഇത് കഴിക്കേണ്ട രീതികളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന, വളരെ വില കുറഞ്ഞ, എന്നാൽ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.